എത്ര ശാന്തമായിട്ടാണല്ലേ ഇന്ത്യൻ ഓഷൻ ഒഴുകുന്നത്. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ സമയത്തുള്ള യാത്രയും ഇതുപോലെ തന്നെ മനോഹരമാണ്, നല്ല രസമാണ്. നമ്മൾ കടലിൻ്റെ മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിയത്തേയില്ല. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാറ്റും മഴയൊക്കെയുള്ള കാലാവസ്ഥ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇവിടെ ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടമുള്ള ഏറിയതാവും കേട്ടോ. ഉണ്ണിയുടെ മുടി കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കാറ്റുണ്ട് എന്നുള്ളത്. മഴ കുഴപ്പമില്ല, പക്ഷേ ഈ കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ കാറ്റിൻ്റെ സമയത്താണ് ഈ കടൽ ഇത്രയും റഫാവുന്നത്. ഈ സമയത്തുള്ള യാത്രയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം പേടിപ്പെടുത്തുന്നതും ബുദ്ധിമുട്ടേറിയതുമാണ്. കടലൊക്കെ കണ്ട് ഇങ്ങനെ തിളച്ച് വരുവാണ് കേട്ടോ. ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ സാധാരണ ആർടിഎല്ലും ഫെറി സർവീസുകളൊക്കെ അവർ ക്യാൻസൽ ചെയ്യാറുണ്ട്. റിസ്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷനൊന്നും അലൗ ചെയ്യില്ല കേട്ടോ. വൈറ്റ് അലേർട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഫെറികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ്, പക്ഷേ സീ ഇങ്ങനെയാണ് കേട്ടോ. ഛർദ്ദിച്ച് കുടൽമാല പുറത്തേക്ക് വന്നതിന് ശേഷമായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തുക. ഉണ്ണി ഒന്ന് ഛർദ്ദിച്ച് റെസ്റ്റ് എടുക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെയുള്ള ലോഞ്ചുകളിൽ സാധാരണ കൊത്തലു അഥവാ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് തന്നെ അറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്തായാലും ഛർദ്ദിക്കും എന്നുള്ളത്. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ലോഞ്ചാണ്, എന്നിട്ടും നന്നായി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ അവസ്ഥ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് എത്തട്ടെ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.